പരിശുദ്ധാത്മാവി നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവി നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിൽ ആശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവി നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പുന്നീളം തെന്നലേ. രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദമേ. പരിശുദ്ധാത്മാവി നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഓ മറിയമേ, എപ്പോഴും നീ ഞങ്ങളുടെ പാതയിൽ തിളങ്ങുന്നു. നീ രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാണ്. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഒപ്പം രോഗികളായവരുടെ ആരോഗ്യം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്
ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ വേദനകളിൽ അമ്മേ നീയും പങ്കുപറ്റിയില്ലേ? കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ഈ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് വേണ്ടത് എന്ന് നിനക്കറിയാം. അമ്മേ, നീ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. കാരണം ഗലീലയിലെ കാനായിൽ എന്ന പോലെ ഈ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് സന്തോഷവും ആഘോഷവും മടങ്ങി വരട്ടെ. പിതാവിൻ്റെ ഹിതത്തിനനുസൃതമായി യേശു ഞങ്ങളോട് പറയുന്നത് ചെയ്യാൻ ദിവ്യസ്നേഹത്തിന് മാതാവേ ഞങ്ങളെ സഹായിക്കൂ. ഞങ്ങളുടെ സഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത ക്രിസ്തു പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ കുരിശിലൂടെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയായ നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. നിരവധി പരീക്ഷണങ്ങളെ നേരിടുന്ന ഞങ്ങളുടെ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ. മഹത്വപൂർണയും അനുഗ്രഹീതയുമായ പരിശുദ്ധ കന്യകയെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയിർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയം വഴി അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ചിന്തകളെയും വ്യാപാരങ്ങളെയും പ്രവർത്തനങ്ങളെയും അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും അറിവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെ മഹത്വത്തിനായും തിരുസഭയുടെ നിയോഗങ്ങൾക്കായും പാപികളുടെ മാനസാന്തരത്തിനായും ആത്മാക്കളുടെ മോചനത്തിനായും ഞങ്ങളുടെ തന്നെ പാപപരിഹാരത്തിനായും അങ്ങ് സ്വീകരിക്കണമേ. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. എല്ലാ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും പാപച്ചാച്ചിലുകളിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്നും ദുഷ്ടന്റെ എല്ലാ കെണികളിൽ നിന്നും എല്ലാ തിന്മയായ പ്രവർത്തനങ്ങളിൽ നിന്നും തിന്മയായ വാക്കുകളിൽ നിന്നും തിന്മയായ ദർശനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ കാലത്തുള്ള പകർച്ചവ്യാധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ. ഈശോയെ, അങ്ങേക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഞങ്ങൾക്ക് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും
ഉണർവ് നൽകണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും അലസത വെടിഞ്ഞ് അങ്ങയെ ശുശ്രൂഷിക്കുന്നവരാകട്ടെ. ഈശോയെ ഈ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ദിവ്യശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ, ദിവ്യനീളത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ, നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാദൻ ദിവ്യനീണം വാഴ്ത്തിടുവിൻ. പരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ, മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരൂപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം
പുണ്യഗതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ. അനുഗ്രഹിക്കൂ നാഥ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ. അനുഗ്രഹിക്കൂ നാഥ സമ്മോദമാ. ഉയരുമീ കാസയിൽ അർച്ചനയാ. ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും. ഉയരുമീ കാസയിൽ അർച്ചനയാ. ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും. അലിയുടെ നാഥ സ്വീകരിക്കൂ. തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ. അലിയുടെ നാഥ സ്വീകരിക്കൂ. തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ.
അനുഗ്രഹിക്കൂ നാഥ സമ്മോദമാ. നിറമിഴിയോടെ ഞാനേകിടുന്നു, സ്വീകരിക്കണമെൻ നൊമ്പരങ്ങൾ. വിയർപ്പിനാൽ നേടിയ സമ്പാദ്യവും കാഴ്ചയായി കിടാ ഈ ബലിയിൽ. ഉയർത്താതെ നിൽക്കും മനതാരിലും കൃപമാരി ചൊരിയൂ അലിവോടെ നീ. ഉയർത്താതെ നിൽക്കും മനതാരിലും കൃപമാരി ചൊരിയൂ അലിവോടെ നീ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപ്പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാം, നവമൊരു പീഠമൊരുക്കീടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകിയണച്ചീടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്
സ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാ ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോലെ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാൾ ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. താതനുമതുപോലാത്മജനും ൂഖായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേനാമേനവരതം. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതി തന്നെ സ്ഥൂലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകൾ എന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിനുമെന്നെന്നും. അനവധിൻ മമനാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ
അങ്ങയുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സമൃദ്ധനാകുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങേക്ക് സഹജമാവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരേ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുള്ള ജീവിതമാണ്. ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുകയില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുലരക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ, സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി, മർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്കായി ഈജിപ്തിലെ സഭയിൽ, യോഹന്നാനെ ഫേസുസിൽ, നാഥ ജനതതി ഈ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം.
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതെ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്നാൽ എൻ്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ സിറോ മലബാർ സഭയിലെ ഏറ്റവും അവസാനമായി വിശുദ്ധ എന്ന് നാമകരണം ചെയ്യപ്പെട്ട മറിയം ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. മറിയം ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നുമെല്ലാം മറച്ചു വച്ച ദൈവരഹസ്യത്തിൻ്റെ, ദൈവിക പ്രവർത്തനത്തിൻ്റെ അത്ഭുതകരമായ രീതികൾ നമ്മൾ കണ്ടെത്തുകയാണ്. ഒരു കൊച്ചു കുഗ്രാമത്തിൽ അധികം പഠിപ്പൊന്നുമില്ലാത്ത, പറയത്തക്ക കുടുംബ പാരമ്പര്യമൊന്നും പറയാനില്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി, അവളെങ്ങനെ വിശുദ്ധയായി മാറി? മങ്കുടിയാൻ കുടുംബത്തിൽ പിതാക്കന്മാര് അക്കാലത്ത് പതിവുണ്ടായിരുന്നത് പോലെ 7 പെൺമക്കളെ കെട്ടിച്ചയക്കാൻ വേണ്ടി പറമ്പ് വിറ്റ് ഉള്ളതെല്ലാം വിറ്റ് പറക്കി ദരിദ്രരായി കഴിയുമ്പോൾ പിന്നീടുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കഴിവില്ലാതെ പലരും ചെയ്യുന്നത് പോലെ മദ്യപാനത്തിലേക്കും ലഹരിയുടെ ഉപയോഗങ്ങളിലേക്കുമൊക്കെ കടന്നു പോകുമ്പോൾ മറിയം ത്രേസ്യയുടെ അപ്പനും സഹോദരന്മാരും മദ്യപാനികളായി. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും ഈ വഴിവിട്ട ആത്മീയത തകർന്ന ജീവിതത്തെക്കുറിച്ച് സങ്കടപ്പെടുകയും അവർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കുകയും നോമ്പെടുക്കുകയും ഉപവസിക്കുകയും രാത്രി ജാഗരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന 10 വയസ്സായ പെൺകുഞ്ഞ് താൻ ഈ ലോകത്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി കന്യകയായി ജീവിക്കും എന്ന് തീരുമാനിക്കുമ്പോൾ അവളുടെ തീരുമാനത്തെ പിന്നീട് തടുക്കുവാനായിട്ട് ലോകത്തിൽ ആർക്കും സാധിക്കുന്നില്ല. നമുക്കറിയാവുന്ന പോലെ തോമ താണ്ട ദമ്പതികളുടെ 5 മക്കളിൽ 3-ാമത്തെ മകളാണ് മറിയക്കുട്ടി. തോമായുടെ 2-ാം കെട്ടിലെ താണ്ട എന്ന് പറയുന്ന സ്ത്രീയിൽ ജനിച്ചു. താണ്ട 1888 മരിക്കുമ്പോൾ മറിയത്തിന് പഠിപ്പ് മുടക്കേണ്ടതായിട്ട് വരുന്നു. പിന്നീട് അവൾ ഇടവപ്പള്ളിയിൽ അൾത്താരയിൽ പൂക്കൾ വെച്ചും ദൈവഭവനത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചും അൾത്താര ശുശ്രൂഷകളിൽ വ്യാപരിച്ചും
ഒക്കെ അങ്ങനെ കഴിയുകയാണ്. നമുക്കറിയാം, ഇക്കാലത്ത് പോലും ഒരു പെൺകുട്ടിയും ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ്. അക്കാലത്ത് അവൾ ചെയ്തത്, അതിനാൽ തന്നെ അവളെക്കുറിച്ച് ഒത്തിരിയേറെ സ്വഭാവ ദൂഷ്യങ്ങൾ ആരോപിക്കാൻ നാട്ടുകാരെല്ലാം തയ്യാറായി. 1904 മറിയം ത്രേസ്യ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് പരിശുദ്ധ അമ്മയുടെ ദർശനമുണ്ടായി. പരിശുദ്ധ അമ്മ അവൾക്ക് കാണപ്പെട്ടു. പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു, മരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, കഠിന പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിക്കാൻ കിടക്കുന്ന പല ആളുകളെയും അമ്മ അവൾ കാണിച്ചു കൊടുത്തു. നീ അവരുടെ ഭവനങ്ങളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ നല്ല മരണത്തിന് ഒരുക്കുക. അങ്ങനെ ഈ പെൺകുട്ടി മരണാസന്നരായി കിടന്ന പലരുടെയും ഭവനങ്ങളിൽ പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പലരും മാനസാന്തരപ്പെട്ട് അന്ത്യകുദാശകൾ ഭയഭക്തിയോടെ സ്വീകരിച്ച് മരിക്കുന്നത് നാട്ടുകാർക്ക് അനുഭവപ്പെടുകയാണ്. എങ്കിലും ഇവളുടെ പ്രത്യേകമായ പ്രവർത്തന രീതികൾ കണ്ട് ഇവളിൽ സാത്താനുണ്ട് എന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇടവക്കാർക്കും എല്ലാം മനസ്സിലായി. അവൾക്ക് സാത്താനാണ്. സാത്താനെ ഒഴിപ്പിക്കാൻ വേണ്ടി മേനാശ്ശേരി ജോൺ പിതാവിൻ്റെ തൃശ്ശൂർ ഉപത അധ്യക്ഷനായ മേനാശ്ശേരി മെത്രാൻ്റെ അടുത്ത് ആളുകൾ ചെല്ലുകയും വികാരിയച്ഛനുൾപ്പെടെ അതിനായി നിയോഗിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവളുടെ സാത്താനെ ഒഴിപ്പിക്കാനായിട്ടൊരു അച്ഛനെ പിതാവ് നിയോഗിച്ചു കൊടുത്തു. ഈ വൈദികൻ 1902 മുതൽ 1905 വരെ പ്രാർത്ഥനാനിരതനായി 3 വർഷം കഠിനമായി ശ്രമിച്ചിട്ടും ഇവിടെ സാത്താൻ ഒഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം ഇവളുടെ ജീവിതകാലം മുഴുവനും ഇവരുടെ ആത്മീയ പിതാവായി മാറി എന്നുള്ളത് ചരിത്ര സത്യമാണ്. അങ്ങനെ വാഴ്ത്തപ്പെട്ട വിധേയത്തിലച്ഛൻ അമ്മ ത്രേസ്യയുടെ ആത്മീയ പിതാവായി തൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് കടന്നു വരുന്ന അനുഭവം നമ്മൾ മനസ്സിലാക്കുകയാണ്. 1903 തനിക്ക് സാത്താനുണ്ട് എന്ന പേരിൽ സാത്താനെ ഒഴിപ്പിക്കാനായിട്ട് മേനാശ്ശേരി പിതാവിൻ്റെ കൽപ്പനയുമായി വന്ന വിധേയത്തിൽ അച്ഛൻ ഇവളിൽ സാത്താനല്ല, ദൈവ കൃപ ജോലി ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കി. പരിശുദ്ധ അമ്മയുടെ ദർശനം അദ്ദേഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രാർത്ഥനാലയം സ്ഥാപിക്കാനായിട്ട് മേനാശ്ശേരി പിതാവിനോട് ആവശ്യപ്പെടുകയും പിതാവ് ആ അപേക്ഷ പെൻഡിങ്ങിൽ വയ്ക്കുകയും പിന്നീടാകട്ടെ എന്ന് തീരുമാനിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് തയ്യാറാകുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ അപേക്ഷ പരിഗണിക്കാതെ അദ്ദേഹം മറിയം ത്രേസ്യയെ FCC കോൺവെന്റിലേക്ക് പോകുവാനായിട്ട് ആവശ്യപ്പെട്ടു. അവിടെയുള്ള സഹോദരിമാരുടെ പരിശീലനത്തിൽ വളരാനായിട്ട് FCC കോൺവെന്റിലേക്ക് പോകുവാനായിട്ട് പക്ഷേ മറിയം ത്രേസ്യയ്ക്ക് കഴിഞ്ഞില്ല. അതിനാൽ പിന്നീട് അവളെ CMC മഠത്തിലേക്ക് ഒല്ലൂരിലുള്ള എവുപ്രാസ്യാമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഒല്ലൂരിലുള്ള കർമ്മലീത്ത മഠത്തിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോഴും അവൾക്ക് മനസ്സിലായി താൻ ജീവിക്കേണ്ട ഇടം ഇതല്ല. ഒരു വർഷം എവുപ്രാസ്യാമ്മയുടെ ഒപ്പം ഈ 2 വിശുദ്ധർ ഒരുമിച്ച് ജീവിക്കാനായിട്ടിടയായി. പിന്നീട് 1913 വീടുകളിൽ പോയി ദരിദ്രരായ ആളുകളെ സഹായിക്കാനും മരണാസന്നരായ ആളുകളെ മരണത്തിനൊരുക്കുവാനും
സ്ത്രീകളെ വേദപാഠങ്ങൾ പഠിപ്പിക്കുവാനും അങ്ങനെ ഉപവി പ്രവർത്തനങ്ങൾക്കായി ഇവളുടെ കൂടെയുള്ള 2-3 ആളുകളോട് കൂടി, സ്ത്രീകളോട് കൂടി ഒരു ചെറിയ ഭവനം തുടങ്ങി. ആ ഭവനത്തിന് അവരിട്ട പേരാണ് ഹോളി ഫാമിലി. ആ ഹോളി ഫാമിലി എന്ന് പറയുന്ന ആ സമൂഹമാണ് ഇന്ന് ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ എന്ന പേരിൽ ലോകമെമ്പാടും ശുശ്രൂഷകളുമായി നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും തിരുനാളിന് പുത്തഞ്ചിറയിൽ പോകാറുണ്ട്. പലവട്ടം പോയിട്ടുള്ളവർ കാണും. അപ്പോൾ അവളുടെ തിരുനാളിന് അവളുടെ തിരുശേഷിപ്പുകളും അല്ലെങ്കിൽ അവളുടെ രൂപങ്ങളും എല്ലാം വഹിക്കുന്ന ആളുകൾ, അവിടെയുള്ള ആളുകൾ, അവരുടെ പിതാക്കന്മാരെല്ലാം തന്നെ ഇവളൊരു ഭ്രാന്തിയാണെന്നും വളരെ വൃത്തികെട്ട ജീവിതം നയിക്കുന്നവളാണെന്നും അഭിസാരികയാണെന്നും ഒക്കെ പറഞ്ഞ് പരത്തിയിരുന്ന കാരണവന്മാരുടെ മക്കളാണ് ഇന്ന് തിരുസ്വരൂപം വഹിക്കുന്നത് എന്നത് അത്ഭുതകരമായി നമുക്ക് തോന്നും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അത്ഭുതാവഹമാണ്, വിസ്മയനീയമാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയിലൂടെ പഠിപ്പും വിദ്യാഭ്യാസമോ വലിയ സാംസ്കാരിക സമ്പന്നതയോ കുടുംബ പാരമ്പര്യങ്ങളോ അങ്ങനെ ഒന്നും അവകാശപ്പെടാനില്ലാത്ത തികച്ചും മദ്യപാനിയായ പിതാവും സഹോദരന്മാരുമൊക്കെ ഉള്ള അങ്ങനെ തകർന്നു പോകുന്ന ഒരു കുടുംബത്തിൽ നിന്നും ജനിച്ച ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ഈ മറിയം ത്രേസ്യ എന്ന് പറയുന്ന വലിയ വിശുദ്ധിയിലൂടെ സ്വർഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇത് ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും എല്ലാം മറച്ചു വയ്ക്കപ്പെട്ട ഒരു രഹസ്യമാണ്. കർത്താവ് ജീവിതത്തിൽ സഹനന്തകരും ഹോളി ഫാമിലി എന്ന് പറയുന്ന ഒരു കൊച്ചു വീട് തുടങ്ങി അന്ന് തന്നെ ഇവൾക്ക് പഞ്ചക്ഷതങ്ങൾ ലഭിച്ചതാണ്. പക്ഷെ അവൾ മറച്ചു വെച്ചു, ആരോടും പറഞ്ഞില്ല. അങ്ങനെ പഞ്ചക്ഷതധാരിയായി കേരള സഭയിൽ അങ്ങനെ ഒരു പഞ്ചക്ഷതങ്ങളെക്കുറിച്ചൊന്നും അറിവില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പഞ്ചക്ഷതധാരിയായ ഒരു വലിയ വിശുദ്ധ നമ്മുടെ ഇടയിൽ ജീവിച്ചു പോയി. അവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലർക്കും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അറിയുന്തോറും അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം നമ്മുടെ ഇടയിലും ജീവിക്കുന്നു, നമ്മുടെ ഇടയിലും പ്രവർത്തിക്കുന്നു, നമ്മോടൊപ്പമുണ്ട് എന്ന ഒരു വലിയ ബോധ്യം ഈ കൊച്ച് വിശുദ്ധയിലൂടെ, അല്ലെങ്കിൽ ഈ നിസാര എന്ന് കരുതുന്ന ഈ പുണ്യവതിയിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എൻ്റെ നുകം വഹിക്കൂ, നിങ്ങൾ എൻ്റെ നുകം വഹിക്കൂ, എന്നിൽ നിന്ന് പഠിക്കൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നിസ്സാരങ്ങളായ പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നുകം വലിച്ചെറിഞ്ഞിട്ട് പഠിക്കാൻ കൂട്ടാക്കാതെ നമ്മുടേതായ വഴിക്ക് പോകുമ്പോൾ ദൈവത്തെ നമ്മെ പഠിപ്പിക്കാൻ സാധിക്കില്ല. അവിടെ നുകം വഹിച്ച് പഠിക്കാനുള്ള ഒരു ക്ഷണം ഈ വിശുദ്ധ നമുക്കിന്ന് തരുന്നുണ്ട്. അവിടെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ കർത്താവിൻ്റെ നുകം മുടിക്കാതെ, ജെറമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ എൻ്റെ നുകം ഒടിച്ചു കളയാൻ ശ്രമിക്കാതെ നുകം വഹിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. കർത്താവിൻ്റെ നുകം മധുരവും ലഘുവുമാണ് എന്ന് ദൈവവചനം നമുക്ക് ഓർക്കാം. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. അതേ ശാന്തതയും എളിമയും ഇത് രണ്ടും ജീവിതത്തിൽ പുലർത്താൻ എളുപ്പമല്ല. ബാക്കി പുണ്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ എളുപ്പമാണ്. ഹൃദയശാന്തതയും എളിമയും. അമേരിക്ക ദൈവത്തിൻ്റെ ആയുധമെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിൽ വന്ന ക്യാപ്ഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വൈറ്റ് ഹൗസിലേക്ക് വന്നാൽ പട്ടിയെ അഴിച്ചുവിട്ട് കടിച്ചോടിപ്പിക്കും എന്ന് ഒരു രാഷ്ട്രത്തലവൻ പറയുമ്പോൾ
ആ രാഷ്ട്രത്തിൻ്റെ പോലീസ് അധികാരി ജനത്തിന് മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ജനക്കൂട്ടവും മുട്ടുനിന്ന് പോലീസുകാരനെ വാരിപ്പുണർന്നിട്ട് പോകുന്ന ചിത്രം വൈറലായി നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഹൃദയശാന്തതയും എളിമയും സാത്താനെ തോൽപ്പിക്കും. ഈ പാഠം ഇക്കാലത്തും തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഹൃദയപൂർവ്വം അങ്ങനെ പ്രാർത്ഥിക്കണം. ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുകനാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവ നിരയോട് ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മറിയൂസേപ്പിന്റെയും പാവന സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും അങ്ങയുടെ സുദൃഢമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടുകൂടെ ഉയർപ്പിക്കുമെന്ന പ്രത്യാശയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന
സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈയവും സർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. പിതാവും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേശന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന്റെ രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനാശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും മിസ്യോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോർന്ന് നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാസം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരെ ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പൂക്കാതൻ സഖവാസമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർതൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിക്കൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര
അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അങ്ങേ ശുശ്രൂഷിക്കുന്ന അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും മിന്നും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നതവീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നതമീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസരിത അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും
മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരായ മക്കൾ ഓരോരുത്തർക്കും വിദൂരങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളും ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുമ്പോൾ അവർക്ക് അങ്ങയുടെ കൃപയും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്കും ആരോടെല്ലാം ഞങ്ങൾ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്കും ഇടവക സമൂഹം മുഴുവനും എളിയവരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹാ, അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചിപ്പോഴങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് അവശിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും
അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്നെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. തിരുസന്നിധിയിൽ പാപികളേവരെയും മാടി വിളിച്ചവനാ അനുതാപികളാം ഇവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ കരുണാമയനാം കർത്താവേ, നിൻ സവിദേവൻ അനവരതം നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷന്റെ മൂല്യമായ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപമുള്ള നശനത്തോടെ അപരാധം പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി ആഭരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും
ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേളപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിലും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ജീവദായകനായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ കാരുണ്യപൂർവം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിന് ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശു, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ആമേൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ചതിന്റെ ശരീരവും പാനം ചെയ്തതിന്റെ രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. ആമേൻ. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരീ രഹസ്യങ്ങൾ പാപമോചനം ഏകട്ടെ. പരിശുദ്ധാത്മാവിൻ കൃപാർത്താൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുലകപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ദാനത്തെക്കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ പാപങ്ങളുടെ കര മായ്ച്ചു കളയുകയും ചെയ്ത
നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേറ്റിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കരം നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും വിശുദ്ധീകരണത്തിന് ബലിപ്പെട്ടമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഇന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറെടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിതന്റെ മഹനീയം മുദ്രപതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ബലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ ഉത്സുകരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറുകൾക്കിടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങിൽ നിന്നും മറഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണനേരത്തിൽ എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധരോടുകൂടി നിത്യമായി സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ശാന്തതയും എളിമയുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനൊത്തതാക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള 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 തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവുണ്ടായിരിക്കണമേ. അമലോത്ഭവം മറിയത്തിന്റെ കറയില്ലാത്ത ദിവ്യഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിൻ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. ഏറ്റവും മാധുര്യവാനായ ഈശോയെ, മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവേ, അങ്ങേ ബലിപീഠത്തിന് മുമ്പിൽ ഏറ്റവും വലിയ എളിമയോടും കൂടെ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾ അങ്ങയുടേതാകുന്നു, അങ്ങയുടേതായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ യോജിച്ചിരിക്കുവാൻ ഇതാ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ എത്രയും പരിശുദ്ധ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അനേകം പേർ അങ്ങേ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, എന്നാൽ മറ്റനേകം പേർ അങ്ങയുടെ തിരുപ്രമാണങ്ങളെ നിരസിച്ചുകൊണ്ട് അങ്ങേ ഉപേക്ഷിച്ചു മരിക്കുന്നു. കരുണ്യവനായ ഈശോ, ഇരുകൂട്ടരുടെ മേലും കൃപയായി എല്ലാവരെയും ഹൃദയത്തിലേക്ക് ആകർഷിക്കണമേ. കർത്താവെ, ഒരിക്കലും അങ്ങേ വിട്ടുപിരിയാത്ത കത്തോലിക്ക വിശ്വാസികളുടെ മാത്രമല്ല, അങ്ങേ ഉപേക്ഷിച്ച ധൂർത്തപുത്രരുടെയും രാജാവ് അങ്ങാകണമേ. അവരെ അരിഷ്ടതയും പട്ടിണിയും കൊണ്ട് നശിക്കാതിരിക്കാൻ വേണ്ടി വേഗത്തിൽ അവരുടെ പിതാവിൻ്റെ വീട്ടിലേക്ക് പിന്തിരിഞ്ഞു വരുവാനിടയാക്കണമേ. തെറ്റായ ആശയങ്ങളാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയോ ഭിന്നത മൂലം വേർപെട്ട് നിൽക്കുകയോ ചെയ്യുന്നവരുടെയും രാജാവ് അങ്ങാകണമേ. വേഗത്തിൽ ഒരാട്ടിൻകൂട്ടവും ഇടയനുമാകുവാൻ വേണ്ടി ഇവരെയും സത്യത്തിൻ്റെ തുറമുഖത്തേക്കും വിശ്വാസത്തിൻ്റെ ഐക്യത്തിലേക്കും തിരികെ വിളിക്കണമേ. കർത്താവേ, അങ്ങേ തിരുസഭയ്ക്ക് ഭദ്രമായ സ്വാതന്ത്ര്യവും ആപത്തുകളിൽ അഭയവും നൽകണമേ. എല്ലാ ജനതകളിലും സമാധാനവും ക്രമവും വരുത്തണമേ. നമുക്ക് രക്ഷ നൽകിയ ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതിയായിരിക്കട്ടെ. ആ തിരുഹൃദയത്തിന് എന്നേക്കും മഹത്വവും ബഹുമാനവും ഉണ്ടാകട്ടെ എന്ന് ഏകസ്വരവും ലോകത്തിൻ്റെ ഒരതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെ എല്ലായിടത്തും ഒഴുങ്ങുവാൻ അങ്ങിടയാക്കണമേ. ആമേൻ. നിത്യസഹായമാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി
പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നേതാ കേഴുന്നമ്മേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിന്ദിവ്യസൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ നിത്യസഹായമാതേ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിൻ മക്കൾ